ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം നടക്കാം കേട്ടോ. ഈ 2026 മെയ് 23 തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഞങ്ങളിന്ന് പോവുകയാണ്. നാളെ 31 ഞങ്ങൾക്ക് കയറാൻ കേട്ടാണ് പോകുന്നത്. തിരക്കും കാര്യങ്ങളായിട്ട് നമുക്ക് അവിടെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഞാൻ മാത്രമേ പോകുള്ളൂ. ഞാൻ എല്ലാ കൊല്ലം പോകുന്നതാണ്. 5 ഫാമിലിയുള്ള കുട്ടികളുണ്ട്. അത് മാത്രമല്ല, ഈ ആനിമൾക്ക് മഴ തട്ടിയപ്പോൾ ജലദോഷം പനി അത് വിട്ടു പോകില്ല. അപ്പോൾ തൽക്കാലം പോകും. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളുമായിട്ട് കാണാം. ഓക്കെ. എല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം യാത്ര ഞങ്ങളെ നിയന്ത്രിക്കുന്നത് സുനിലേട്ടനാണ് കേട്ടോ. ഇത് അപ്പു നിവേദ്യം ഫോക്കസ് വണ്ടിയുടെ ഓണറും കൂടെയാണ് കേട്ടോ. ഇവിടുന്ന് എങ്ങനെ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഞങ്ങൾ അപ്പുവിനാണ് വിളിക്കല്. കാരണം വേറെ ഒന്നുമല്ല, ഉത്തരവാദിത്വം അതുപോലെ നല്ല ഡ്രൈവിങ്ങും. രാത്രിയിലെ യാത്ര എന്ന് പറഞ്ഞാൽ കട്ടൻ ചായയുള്ള യാത്രയാണ്. അപ്പോൾ കുറച്ച് ദൂരം യാത്ര ചെയ്തപ്പോൾ തന്നെ എല്ലാവർക്കും ചായ കുടിക്കാൻ ആഗ്രഹമായി. ചായ കുടിക്കാൻ നിർത്തിയത് ഒരു ഹോട്ടലാണ്. ഹോട്ടലിൽ നിർത്തിയപ്പോൾ അവിടെ മസാല ദോശ തട്ടുദോശ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഓരോ തട്ടുദോശ കഴിച്ചിട്ടാണ് വീണ്ടും യാത്ര തുടങ്ങിയത്. അങ്ങനെ 9:00 തുടങ്ങിയ ഞങ്ങളെ തീർത്ത യാത്ര കറക്റ്റ് 2:30 ആയപ്പോൾ കൊട്ടിയൂർ എത്തിയിട്ടോ. എത്തിയ സമയത്ത് റോഡുകളെല്ലാം കാലിയായി കിടക്കുന്നു. കടകൾ പകുതി മുക്കാൽ തുറന്നിട്ടില്ല. മനസ്സിൽ ഞാൻ തനിയെ മന്ത്രിച്ചു, ഭാഗ്യം, ഇന്ന് പെട്ടെന്ന് തൊഴുതിറങ്ങാലെന്ന്. വേറെ ഒന്നുകൊണ്ടല്ല കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് തിരക്കിൽ പോയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഏകദേശം 4-5 മണിക്കൂർ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് വരുന്നിട്ടാണ് അമ്പലത്തിൽ തൊഴുകാൻ തന്നെ പറ്റിയിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ ഇതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഭാഗ്യം തീരാൻ അധികം സമയം എടുക്കേണ്ടി വന്നില്ല. എന്താണ് പുതിയ പാലം നമുക്ക് ഈ പാലം 2 ദിവസമായിട്ട് മഴ ഇല്ലാത്തതുകൊണ്ട് തന്നെ വെള്ളം കുറവാണ്. അതുപോലെ നല്ല കലക്കുണ്ടായിരുന്നു. അങ്ങനെ ആ ചളിവെള്ളത്തിൽ നിന്ന് കുളിച്ച് നേരെ ലൈനിലേക്ക് കയറി. ഞങ്ങൾ കയറിൻ്റെ ബേക്കിൽ നിന്ന വഴിയാട്ടോ. അതൊക്കെ ഒരുപാട് ജനങ്ങളുണ്ട്, നല്ല തിരക്കാണ്. 2 സൈഡ് കൂടിയും ജനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ കിഴക്കുന്നാട വഴിയാണ് കയറിയത്. തുറന്നപ്പോഴുള്ള അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ നടപ്പന്തലെത്തിയിട്ടു. നടപ്പന്തത്തിൽ കുറച്ച് തിരക്കുറവുണ്ട്. ഇതിലും ബുദ്ധിമുട്ടുന്ന കുട്ടികളെ കൊണ്ടുവന്നതും അമ്മമാരെ കൊണ്ടുവന്നവരാട്ടോ. ഇവിടെ ഈ ലക്ഷക്കണക്കിന് ഭക്തരെ നിയന്ത്രിക്കുന്നത് വാളണ്ടർമാരാട്ടോ. പോലീസുകാരോ അങ്ങനെയൊന്നും അല്ല, വാളണ്ടർമാർ. അവർ കയറ് കെട്ടിയിട്ട് 2 സൈഡിൽ നിന്നും കുറച്ച് ആൾക്കാരെ കയറ്റി വിട്ടിട്ടാണ് ഇത്രയും ജനങ്ങൾ നിയന്ത്രിക്കുന്നത് കേട്ടോ. അങ്ങനെ 3:30 വരി 7 മണിയപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളൂ കേട്ടോ. എന്നാലും ഉള്ളിലെത്താനായിട്ടില്ല. ഇനിയും ഒരു മണിക്കൂർ കൂടി നിന്നാലേ ഞങ്ങൾക്ക് അമ്പലത്തിൽ തൊഴുകാൻ പറ്റുള്ളൂ. ഒരുപാട് നേരം നിന്നുകൊണ്ട് തന്നെ ഞാൻ നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, കൂടെയുള്ള എല്ലാവരും കേട്ടോ. അങ്ങനെ ഒരുപാട് നേരം വരുന്നതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിനുള്ളിലേക്ക് കയറാൻ പോകട്ടോ. ഇവിടെ മൊബൈലൊന്നും അലൗഡ് അല്ല, അതുപോലെ ക്യാമറ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ മുകളിൽ നിന്ന് എടുത്തൊരു വീഡിയോ കേട്ടോ. അത് ഇവിടെ നോക്കി മൊത്തം കാണാൻ പറ്റും. അങ്ങനെ തിരക്കുന്ന ഒരു കണക്കിന് തൊഴുത് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കേട്ടോ ഭക്ത തിരക്ക് നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഇരട്ടി ആൾക്കാർ തൊഴുതിറങ്ങി പോയി. ഇനി ഇരട്ടി ആൾക്കാർ വരി നിൽക്കണമുണ്ട് തൊഴുകാൻ വേണ്ടി. തുടക്കത്തിൽ തിരക്ക് കുറവാണെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പോയത് കേട്ടോ. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതാണ് തിരക്ക്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ഇടദിവസങ്ങൾ വരികയായിരിക്കും നല്ല കേട്ടോ. അവധി ദിവസങ്ങളാകുമ്പോൾ ഇതുപോലെ തിരക്കായിരിക്കും. അങ്ങനെ അക്കരെ അമ്പലത്തിൽ തൊഴുതിറങ്ങി നമുക്ക് നേരെ പോകേണ്ടത് ഇക്കരെ അമ്പലത്തിലാണ് കേട്ടോ. ഒന്ന് റോഡിൻ്റെ അപ്പുറം ഇപ്പുറമാണുള്ളത്. കുറച്ച് ദൂരം നടക്കാനുള്ളത്. അങ്ങനെ അവിടെ തൊഴുതിറങ്ങി. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിന് നല്ലൊരു ഹോട്ടൽ തിരഞ്ഞെടുക്കുമ്പോഴാണ് സേവഭാരതിയുടെ അന്നദാനം കണ്ടത്. ഇവിടെ ഒരുമിച്ച് 2 ബസ് ആൾക്കാർ വന്നാലും ഒരുമിച്ചിരുന്ന് കഴിക്കാനുള്ള സൗകര്യം ഇവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുവരെ വന്നിട്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഉപ്മാവ് ചായ, അതുപോലെ ഇഡ്ഡലി ചായ, ഈ 2 വിഭവങ്ങളാണ് ഉണ്ടാവില്ല. ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് ഉപ്മാവും ചായ കേട്ടോ. ഇതുപോലെ ഉച്ചയ്ക്കും വൈകുന്നേരത്ത് ചോറുണ്ടെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്. ഇത് സീസണാകുമ്പോൾ മാത്രമേ ഉള്ളതെന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. ഇവിടെ വരുന്ന എല്ലാവർക്കും ഇത് ഫ്രീ ആയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെ അവിടുന്ന് സേവാഭാരതി പ്രവർത്തകരോട് നന്ദി പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പേർളശ്ശേരി അമ്പലത്തെ പോലെ തന്നെ പ്രസക്തി കേട്ടോ അമ്പലത്തിന് കുളത്തിനും. ഇവിടെ നിന്ന് ആരും ശ്രദ്ധിച്ചു പോണ കാര്യമാണ് അമ്പലത്തിൻ്റെ കുളവും അമ്പലത്തിൻ്റെ കുളത്തിൻ്റെ ഡിസൈനും അതുപോലെ ആ പടവും കാര്യങ്ങളൊക്കെ കേട്ടോ. വിദഗ്ധരായ പണിക്കാരെ കഴിവാൻ കേട്ടോ. അതൊക്കെ ഒരുപാട് കാലം എടുത്തിട്ടുണ്ട് ഇത് പടുത്തുയർത്താമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ അവിടെയും തൊഴുതിറങ്ങി. പെർളശ്ശേരി അമ്പലത്തിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കേട്ടോ മഹാവിഷ്ണു ക്ഷേത്രം. അവിടെ തൊഴുതിറങ്ങിയ 10 മണിക്കുള്ള കഞ്ഞി അവിടെ നിന്ന് കേട്ടോ. കഞ്ഞി എന്ന് പറഞ്ഞാൽ ചെറുപയറും പാൽപ്പായസവും കൂടിയിട്ടുള്ളൊരു കഞ്ഞിയാണ്. നല്ല അടിപൊളി കഞ്ഞി. ഞങ്ങൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കുടിക്കണം കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങുമ്പോഴാണ് മുത്തപ്പൻ്റെ കൽപ്പന കാണാൻ ഇടായത്. മുത്തപ്പൻ്റെ അമ്പലത്തിലേക്ക് കൊട്ടിയൂർ പോയ ആരും മുത്തപ്പൻ്റെ അടുത്ത് പോകാതെ തിരിച്ചിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴും അതിൻ്റെ തിരക്കായിരുന്നു. ഞങ്ങൾക്കുള്ള അന്നദാനം മുത്തപ്പൻ്റെ അടുത്തായിരുന്നു കേട്ടോ. കൈ നോക്കുന്ന ചേച്ചിനെ കണ്ടപ്പോൾ ജിതിന് കൈ നോക്കാൻ ആഗ്രഹം. ആ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുത്തു. അതിനുശേഷം നേരെ നാട്ടിലേക്ക്. ഇത്ര ദൂരം പോയിരുന്ന ഒരു ബുദ്ധിമുട്ടുള്ള വീട്ടിലെത്തിയതിന് ദൈവത്തിനോടും അതുപോലെ ക്രോക്കസിൻ്റെ ടീമിനോടും അപ്പരോടും നന്ദി പറയുന്നു.